കന്നഡ സൂപ്പർ താരം ദർശൻ കൊലപാതക കേസിൽ അറസ്റ്റിൽ. ഈ വാർത്ത പലരും ഞെട്ടലോടെ ആയിരിക്കും കേട്ടിട്ടുണ്ടാവുക. ആരാണ് ദർശൻ? നടൻ ആയ തൂഗുദീപ ശ്രീനിവാസിന്റെ മകനായി 1977 ഫെബ്രുവരി 16 കർണാടകയിലെ കുടക് ജില്ലയിലെ പൊന്നമ്പേട്ടിലാണ് ദർശൻ ജനിച്ചത്. തുടക്കകാലങ്ങളിൽ ചെറിയ വേഷങ്ങൾ ചെയ്തു തുടങ്ങിയ ദർശൻ 2001 പുറത്തിറങ്ങിയ മജസ്റ്റിക് എന്ന ചിത്രമാണ് ഒരു വലിയ ബ്രേക്ക് നൽകുന്നത്. ദർശന്റെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അയാൾ സാൻഡൽവുഡിലെ ഏറ്റവും വലിയ താരങ്ങളിൽ ഒരാളായി മാറി. ദി ബോസ് എന്നാണ് ആരാധകർ അയാളെ വിളിച്ചിരുന്നത്. സ്റ്റാർഡവും പ്രശസ്തിയും ഉയരുമ്പോൾ തന്നെ വിവാദങ്ങളും അയാളെ പിന്തുടർന്നു. 2011 ഭാര്യ വിജയലക്ഷ്മി ദർശനെതിരെ നൽകിയ ഗാർഹിക പീഡന പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തെ തുടർന്ന് ദർശനെതിരെ കൊലപാതക ശ്രമത്തിന് കേസ് എടുത്ത് പോലീസ് അറസ്റ്റ് ചെയ്യുകയും 14 ദിവസം കസ്റ്റഡിയിൽ വെക്കുകയും ചെയ്തിരുന്നു. പിന്നീട് കോടതിക്ക് പുറത്ത് ഈ കേസ് ഒത്തുതീർപ്പാക്കി. ഈ വിഷയത്തിൽ അദ്ദേഹം ആരാധകരോട് പരസ്യമായി മാപ്പ് പറഞ്ഞെങ്കിലും വിവാദങ്ങൾ വീണ്ടും തുടർക്കഥയായി. 2016 ദർശനെതിരെ പരാതിയുമായി അയാളുടെ ഭാര്യ വീണ്ടും പോലീസിനെ സമീപിച്ചിരുന്നു. 2021 മൈസൂരിലെ ഒരു ഹോട്ടൽ ജീവനക്കാരനെ കയ്യേറ്റം ചെയ്തു ദർശൻ വീണ്ടും വിവാദത്തിൽപ്പെട്ടു. CCTV ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്ത് കേസ് ഇല്ലാതെയാക്കാൻ ശ്രമിച്ചുവെന്നും ആരോപണമുണ്ടായിരുന്നു. ഒടുവിൽ 50,000 രൂപ നൽകി കേസ് ഒതുക്കി തീർക്കുകയായിരുന്നു. തുടർന്ന് 2022 ദർശൻ തന്നെ നിരന്തരമായി ഭീഷണിപ്പെടുത്തുന്നുവെന്ന് ആരോപിച്ച് നിർമ്മാതാവ് ഭരത് പോലീസിൽ പരാതിപ്പെട്ടിരുന്നു. അതിനുശേഷം 2023 അയൽവാസിയായ സ്ത്രീയെ തന്റെ നായകളെ വിട്ട് ആക്രമിച്ചുവെന്ന ആരോപണത്തിൽ താരത്തിനെതിരെ പോലീസ് കേസ് എടുത്തിരുന്നു. ഇപ്പോൾ ഇതാ കൊലപാതക കേസും. കൊല്ലപ്പെട്ട രേണുകസ്വാമി ദർശന്റെ കാമുകി ആയ പവിത്ര ഗൗഡയ്ക്കു ഇൻസ്റ്റാഗ്രാം വഴി അശ്ലീല സന്ദേശങ്ങൾ നിരന്തരം അയച്ചു പവിത്രയെ ശല്യം ചെയ്യാറുണ്ടായിരുന്നു. തന്റെ കാമുകിക്ക് നേരിട്ട ബുദ്ധിമുട്ടിൽ പ്രതികാര നടപടിയെന്നോണം ചിത്രദുർഗയിൽ ഉള്ള ദർശന്റെ ഫാൻസ് യൂണിറ്റ് കൺവീനർ ആയ രാഘവേന്ദ്രയുമായി ദർശൻ ബന്ധപ്പെടുകയും തുടർന്ന് ചിത്രദുർഗയിൽ ഫാർമസി ജീവനക്കാരൻ ആയിരുന്ന രേണുകസ്വാമിയെ രാഘവേന്ദ്രയുടെ നേതൃത്വത്തിൽ ബാംഗ്ലൂരിലേക്ക് കടത്തിക്കൊണ്ടുവരികയായിരുന്നു. തുടർന്ന് ദർശനും കൂട്ടാളികളും രേണുകസ്വാമിയെ ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തിയ ശേഷം ബോഡി ഒരു അഴുക്കുചാലിൽ ഉപേക്ഷിക്കുകയായിരുന്നു. ആദ്യം 3 പേർ ഈ കൊലയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പോലീസിൽ കീഴടങ്ങിയിരുന്നു. എന്നാൽ തുടരന്വേഷണത്തിൽ ആണ് ദർശന്റെയും കൂട്ടാളികളുടെയും പങ്ക് പോലീസിന് കണ്ടെത്താൻ സാധിച്ചത്. ദർശനും കാമുകി പവിത്ര ഗൗഡയും ഉൾപ്പെടെ 13ഓളം പേർ ഈ കേസിൽ അറസ്റ്റിൽ ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യൂ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ പിന്തുണ അറിയിക്കുക.